ടാക്സ് ഗവൺമെന്റിന്റെ ടാക്സ് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലാണ് ടാക്സ് ഉള്ളത്. അതിലൊന്ന് നമ്മളുടെ ഡയറക്റ്റ് ടാക്സ് ആണ്, രണ്ടാമത്തത് ഇൻഡയറക്റ്റ് ടാക്സ് ആണ് അല്ലേ. അതിൽ ഡയറക്റ്റ് ടാക്സിന്റെ പോർഷൻസ് നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ കഴിഞ്ഞ സെമ്മിൽ 5 ഹെഡ് പഠിച്ചു. അതിനുശേഷം അതിന്റെ ക്ലബിങ്, സെറ്റ് ഓഫ്, ക്യാരി ഫോർവേഡ്, ടോട്ടലിംഗ്, കാൽക്കുലേഷന്, അതുപോലെ തന്നെ ടാക്സ് ലാബിലിറ്റി കമ്പ്യൂട്ട് ചെയ്തത്, സ്ലാബ് റേറ്റ് വെച്ചിട്ട് ടാക്സ് കാണാം. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം എങ്ങനെയാണ് ഫയലിംഗ് ചെയ്യുക, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്തത്. അങ്ങനെയാണ് റിട്ടേൺസ് എന്താണ്, റിട്ടേൺ എങ്ങനെ ഫയൽ ചെയ്യുക, ഈ ഫയലിംഗ് എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി രണ്ടാമത്തെ ടാക്സ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് ടാക്സ്. ദാറ്റ് മീൻസ് നമുക്കറിയാം ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സ് എന്താണെന്നുള്ളത് അറിയാം. ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗവൺമെന്റിലോട്ട് നേരിട്ട് ഇത് ചെയ്യേണ്ടത്, ടാക്സ് പെയർ നേരിട്ടാണ് അവിടെ ഗവൺമെന്റിലോട്ട് പേ ചെയ്യുക. സോ അതാണ് അതിന് ഡയറക്റ്റ് ടാക്സ് എന്ന് വിളിക്കാനുള്ള പ്രധാനപ്പെട്ട റീസൺ. ഓക്കെ, രണ്ടാമത്തത് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. അത് ഒരിക്കലും ഈ പറയുന്ന നേരിട്ടല്ല ഈ പറയുന്ന ടാക്സ് പെയർ. ഇപ്പോൾ എൻ്റെ കൺസ്യൂമർ, ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ വാങ്ങുന്ന ഓരോ പ്രൊഡക്റ്റും അതിനൊക്കെ അതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡിങ് ടാക്സ് അടക്കമായിരിക്കും അതിൻ്റെ പ്രൈസ് ഉണ്ടായിരിക്കുക. ദെൻ ആ പ്രൈസ് അടക്കമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ റീറ്റെയിലർക്ക് നമ്മൾ പൈസ കൊടുക്കുക. ടാക്സ് അടക്കമുള്ള ഈ കസ്റ്റമർക്കുള്ള ഈ ഒരു കടക്കാനുള്ള പ്രോഫിറ്റും അതുപോലെ തന്നെ ടാക്സും എല്ലാം പാടെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു എമൗണ്ട് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, കച്ചവടക്കാരന് കൊടുക്കുക. കച്ചവടക്കാരൻ എന്ത് ചെയ്യും, അത് റീറ്റെയിലർ അത് ഹോൾസെയിലർക്ക് കൊടുക്കും. ഹോൾസെയിലർ അത് ഏജന്റോ ഡീലറോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കും. അതുപോലെ തന്നെ അത് മാനുഫാക്ചറർ കൊടുക്കും. അങ്ങനെ അത് മാനുഫാക്ചർ ഒക്കെയാണ് ഇത് ചെയ്യുക, ഈ പറയുന്ന എമൗണ്ട് നേരിട്ട് ഗവൺമെന്റിലോട്ട് പേ ചെയ്യുക. ആക്ച്വലി അവിടെ ടാക്സ് പേ ചെയ്യുന്ന വ്യക്തി കൺസ്യൂമർ ആണെങ്കിലും അത് ഡയറക്റ്റ്ലി കൺസ്യൂമറുടെ കയ്യിൽ നിന്ന് ഗവൺമെന്റിലോട്ട് എത്തുന്നില്ല. സോ അതുകൊണ്ടാണ് ഇതിനെ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് വിളിക്കാനുള്ള പ്രധാനപ്പെട്ട റീസൺ. ഓക്കെ ദെൻ നോക്കാം നമുക്ക്. ആ ഡയറക്റ്റ് ടാക്സ് ആദ്യഘട്ടങ്ങളിലൊക്കെ നമുക്ക് പല രീതിയിലായിരുന്നു. നമ്മളുടെ സർവീസ് ടാക്സ്, അതുപോലെ തന്നെ സെയിൽസ് ടാക്സ്, അതുപോലെ വെൽത്ത് ടാക്സ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ടാക്സുകൾ ഉണ്ടായിരുന്നു. ഇതിനതൊക്കെ പാടെ ക്ലബ് ചെയ്തിട്ട് ഇപ്പോൾ 2017 പുതിയ ടാക്സ് സിസ്റ്റം കൊണ്ടുവന്നത്. അതാണ് GST എന്ന് പറയും, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയും. ഓക്കെ, നോക്കാം നമുക്ക്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, അതിന്റെ ഷോർട്ടാണ് GST എന്ന് പറയാറുള്ളത്. നോക്കാം. ഇറ്റ് ഈസ് എ കോംപ്രഹെൻസീവ് മൾട്ടി സ്റ്റേജ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ്, which levied on every value additions. It is a single tax on supply of goods and services ആണ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ടാക്സ് സിസ്റ്റം ആണ്. അതുപോലെ തന്നെ മൾട്ടി സ്റ്റേജ്, പല സ്റ്റേജുകളിലൂടെയാണ് ആ ടാക്സ് എന്ത് ചെയ്യുക, കളക്ട് ചെയ്യപ്പെടുക. ദെൻ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ്. ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ കൺസ്യൂമറുടെ അടുത്ത് നിന്നാണ് എന്ത് ചെയ്യുക, ടാക്സ് കളക്ട് ചെയ്യുക. Okay, then നോക്കാം നമുക്ക്. ഇറ്റ് ഈസ് എ കോംപ്രഹെൻസീവ് മൾട്ടി സ്റ്റേജ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് വിച്ച് ഈസ് ലെവിഡ് ഓൺ എവറി വാല്യൂ അഡീഷൻ ആണ്. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ സർവീസിലോട്ട് ഓരോ വാല്യൂസും നമ്മൾ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, നമ്മൾ അതിലോട്ടുള്ള ടാക്സും നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്ത് വരും. സോ അതുകൊണ്ടാണ് ഇതിനെ ഇവിടെ മൾട്ടി സ്റ്റേജ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ദെൻ ടാക്സ് എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട റീസൺ. ഇറ്റ് ഈസ് എ കോംപ്രഹെൻസീവ് ആണെന്ന് കൂടിയും പറയുന്നുണ്ട് അല്ലേ. ഒരുപാട് എന്താ പറയുക, കോംപ്രഹെൻസീവ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുള്ളതാണ്. അതായത് ഒരുപാട് കാര്യങ്ങളൊക്കെ പാടെ കൂടി ചേർന്ന ഒരു ടാക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇറ്റ്സ് എ കോംപ്രഹെൻസീവ് മൾട്ടി സ്റ്റേജ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ് GST എന്ന് പറയുന്നത്. ദെൻ ലെവിഡ് ഓൺ എവറി വാല്യൂ അഡീഷൻ ആണ്. നമ്മൾ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ റോ മെറ്റീരിയൽ വാങ്ങുമ്പോൾ ടാക്സ് കൊടുക്കും അല്ലേ. ഈ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാനുഫാക്ചർ ആണെങ്കിൽ അതിൻ്റെ റോ മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ ടാക്സ് കൊടുക്കും. അതിനുശേഷം ആ റോ മെറ്റീരിയൽ കൺവേർട്ട് ചെയ്യും, ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റിയിട്ട് അയാൾ എന്ത് ചെയ്യാണ്, ആ റോ ഫോർമാറ്റിൽ തന്നെ വേറെ ആൾക്ക് വിൽക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അപ്പോഴും അത് വാങ്ങുന്ന ആൾ ടാക്സ് കൊടുക്കും. ദെൻ പിന്നീട് അതെന്ത് ചെയ്യും, ഈ പറഞ്ഞ ഹോൾസെയിലർക്ക് കിട്ടും. ഹോൾസെയിലർ അത് വാങ്ങുന്ന സമയത്ത് ടാക്സ് കൊടുക്കും. ടാക്സ് ടൈം അങ്ങനെ ആഡ് ചെയ്താണ് വരിക. ഓക്കെ, സോ അതാണ് ഇവിടെ വിച്ച് ഈസ് ലെവിഡ് ഓൺ എവറി വാല്യൂ അഡീഷൻ ആണ്. നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിലോട്ട് നമ്മൾ എന്തെല്ലാം വാല്യൂ ആഡ് ചെയ്യുന്നുണ്ടോ ആ സമയത്തൊക്കെ എന്ത് ചെയ്യും, അതിലോട്ട് ടാക്സ് നമ്മൾ ആഡ് ചെയ്ത് വരും. സോ ഇറ്റ്സ് എ സിംഗിൾ ടാക്സ് ഓൺ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആണ്. നമ്മൾ സർവീസ് ഓഫ് ഗുഡ്സിനും സപ്ലൈ ഓഫ് സർവീസ് അല്ലെങ്കിൽ സപ്ലൈ ഓഫ് ഗുഡ്സ് ചെയ്യുന്ന സമയത്ത്, ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് സപ്ലൈ ചെയ്യുന്ന സമയത്ത്
നമ്മൾ കളക്ട് ചെയ്യുന്ന ഒരു സിംഗിൾ ടാക്സ് ആണ് ആക്ച്വലി എന്ന് പറയുന്നത് GST അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഈസ് എ കോംപ്രഹെൻസീവ് മൾട്ടി സ്റ്റേജ്, പല പല സ്റ്റേജുകളിലായിട്ട് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ലാസ്റ്റ് നമ്മൾ എൻ്റെ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ഒരു ടൈപ്സ് ലെവീസ് ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വാല്യൂ അഡീഷൻ ടാക്സ് ആണ് ആക്ച്വലി പറയുന്ന ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ GST എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടാക്സ് ആണ്. നമ്മുടെ ഡയറക്റ്റ് ടാക്സ് കഴിഞ്ഞാൽ പിന്നെ ഗവൺമെൻറ്റിന് നമുക്ക് പ്രധാനമായിട്ടും വരുമാനം കൊണ്ടുവരാനും കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ടാക്സ് ആണ് ആക്ച്വലി പറയുന്ന ഈ ഒരു GST എന്ന് പറയുന്ന ടാക്സ്. ഓക്കെ, ഈ GST വരുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ആൻഡ് സിഗ്നിഫിക്കൻറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് റിഫോംസ് ആണ് ഇന്ത്യയിൽ കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട വലിയൊരു റിഫോംസ് ആണ്. ഇപ്പോൾ മാറ്റമാണ് ആക്ച്വലി പറയുന്ന ടാക്സ് സ്ട്രക്ചറിൽ കൊണ്ടുവന്ന വലിയൊരു മാറ്റമായിരുന്നു. ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ നമ്മളന്ന് മെയിനായിട്ട് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ GST ഈസ് എ കോംപ്രഹെൻസീവ് മൾട്ടി സ്റ്റേജ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ്. ഇറ്റ് ഈസ് ലെവിഡ് ഓൺ എവറി വാല്യൂ അഡീഷൻ. ഇറ്റ് ഈസ് എ സിംഗിൾ ടാക്സ് ഓൺ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആണ്. ദ കോൺസെപ്റ്റ് ഓഫ് GST സബ്സംഡ് സെൻട്രൽ. ഇപ്പോൾ ഈ GST വരുന്നതിന് മുമ്പ് നമുക്ക് ഈ പറയുന്ന ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്ന ഈ ഒരു ടാക്സ് സിസ്റ്റം വരുന്നതിന് മുമ്പ് 2017 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ടാക്സുകൾ എന്ന് പറഞ്ഞാൽ സെൻട്രൽ എക്സൈസ് ലോ ഉണ്ടായിരുന്നു, അതുപോലെ സർവീസ് ടാക്സ് ലോ, വാറ്റ് വാല്യൂ ആഡഡ് ടാക്സ് ആണ് വാറ്റ് എന്ന് പറയും, എൻട്രി ടാക്സ്, ഒക്ട്രോയ് എന്ന് പറയുന്ന ഒരുപാട് ടാക്സുകൾ ഉണ്ടായിരുന്നു. ഈ ടാക്സുകളൊക്കെ പാടെ ക്ലബ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ അല്ലെങ്കിൽ ഇതിനൊക്കെ പാടെ സമ്മപ്പ് ചെയ്തിട്ടാണ് ഒരൊറ്റ ടാക്സ് ആക്കി മാറ്റിയത്. അതാണ് ആക്ച്വലി പറയുന്ന ഈ ഒരു ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്ന ടാക്സ്. ഓക്കെ, അപ്പോൾ നോക്കാം ഇതിന്റെ ഇവാലുവേഷൻ നോക്കാം നമുക്ക്. ഇതെങ്ങനെയാണ് ഈ ഒരു GST എന്ന് പറയുന്ന ഒരു ടാക്സ് ആക്കിയിട്ട് മാറ്റിയത്. ഇപ്പോൾ ഒരുപാട് ടാക്സുകൾ ഉണ്ടായിരുന്നു, ആ ടാക്സുകളൊക്കെ നമ്മൾ സബ്സം ചെയ്തുകൊണ്ട് ഒരൊറ്റ ടാക്സ് ആക്കി മാറ്റി എന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെ ഒരു ടാക്സ് സിസ്റ്റം ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെ ഇവല്യൂഷൻ അതെങ്ങനെയാണ് വന്നത് എന്നുള്ളതിന് അതിൻ്റെ ഒരു കാലഘട്ടങ്ങൾ എങ്ങനെയൊക്കെ കടന്നു പോയിട്ടാണ് അത് GST എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലോട്ട് കൺവേർട്ട് ചെയ്ത് വന്നത്. നോക്കാം നമുക്ക് ഇവല്യൂഷൻ ഓഫ് GST സിസ്റ്റം ഇൻ ഇന്ത്യ. അതിന്റെ മൈൽ സ്റ്റോൺ ആണ്, അതിന്റെ നാൾ വഴികൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണത് GSTയിലോട്ട് നമ്മൾ ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്തെന്നുള്ളതാണ്. നോക്കാം, 2000 പ്രൈം മിനിസ്റ്റർ ആണ് ആദ്യമായിട്ട് ഈ GST എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് 2000 ആദ്യമായിട്ട് അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നമ്മുടെ പ്രൈം മിനിസ്റ്റർ അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ പറയുന്ന GST. ഓക്കെ, ദെൻ 2003 സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്തു, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഒരു ടാസ്ക് ഫോഴ്സ് ഫോം ചെയ്തു. ദെൻ അതിന്റെ ഫോം ചെയ്ത ആ ഒരു ടാസ്ക് ഫോഴ്സിന്റെ ഹെഡ് എന്ന് പറഞ്ഞാൽ വിജയ് കാൽക്കർ എന്ന് പറഞ്ഞൊരു വ്യക്തിയായിരുന്നു. അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നിയോഗിച്ചത്. അതിന്റെ ഹെഡ് ഇയാളായിരുന്നു, വിജയ് കാൽക്കർ. ഓക്കെ, 2004 ഈ പറയുന്ന ഈ ഒരു ദ ഫോഴ്സ് റെക്കമെൻഡഡ് GST റീപ്ലേസിംഗ് ദ എക്സിസ്റ്റിംഗ് ടാക്സ് ആണ്. നമ്മളെ നിലവിലുള്ള ടാക്സ് സിസ്റ്റത്തിനെ ഒഴിവാക്കിയിട്ട് പുതിയ ടാക്സ് സിസ്റ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, റെക്കമെൻഡേഷൻ നടത്തി. ഈ പറഞ്ഞ 2004 അതായത് ഈ വിജയ് കാൽക്കർ കമ്മിറ്റി അല്ലെങ്കിൽ ഈ പറയുന്ന ടാസ്ക് ഫോഴ്സ് ഒരു റെക്കമെൻഡേഷൻ വെക്കുകയാണ്, GST നമുക്ക് എന്ത് ചെയ്യാം റീപ്ലേസ് ചെയ്തിട്ട് പുതിയ ടാക്സ് കൊണ്ടുവരണം എന്നുള്ളൊരു എന്താ പറയാ ഒരു ഓപ്ഷൻസ് അവർ വെക്കണം, ഒരു റെക്കമെൻഡേഷൻ കൊടുക്കുകയാണ്. ഓക്കെ, 2006 ഫസ്റ്റ് അനൗൺസ്മെന്റ് ഓഫ് GST ബൈ യൂണിയൻ മിനിസ്റ്റർ ആണ്. ഓക്കെ, 2006-2007 ബഡ്ജറ്റ് അവതരിപ്പിച്ച സമയത്ത് എന്ത് ചെയ്തു, അന്നത്തെ യൂണിയൻ മിനിസ്റ്റർ ആദ്യമായിട്ട് ഈ പറയുന്ന GST എന്ന് പറയുന്ന ടാക്സിനെ അനൗൺസ്മെന്റ് ചെയ്യുകയാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്, നമുക്കതിനെ പിന്നീട് അനൗൺസ്മെന്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ. 2006 ജസ്റ്റ് GST ടാക്സ് സിസ്റ്റം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളൊരു അനൗൺസ്മെന്റ് 2006-2007 ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ അന്നത്തെ യൂണിയൻ മിനിസ്റ്റർ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. 2009 എംപവേർഡ് കമ്മിറ്റി റിലീസ്ഡ് ദ ഫസ്റ്റ് ഡിസ്കഷൻ പേപ്പറാണ്. നമുക്കറിയാം ഓരോ നിയമങ്ങളും നമ്മുടെ പാർലമെന്റിൽ കൊണ്ടുവരുമ്പോൾ ഒരുപാട് ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അതൊരു നിയമമായിട്ട് മാറുക. GST ഈസ് എ ലോ ആണ്, ഒരു നിയമമാണ്, ടാക്സ് ലോ ആണ്. സോ അതുപോലെ അതിനൊരു കമ്മിറ്റി, ഒരു എംപവേർഡ് കമ്മിറ്റി റിലീസ് ചെയ്തു. ഈ പറയുന്ന ഫസ്റ്റ് ഡിസ്കഷൻ, ഈ പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് എന്ത് ചെയ്തു, ഒരു കമ്മിറ്റി റിലീസ് ചെയ്യപ്പെട്ടു 2009. അതിനുശേഷം 2011 എന്ത് ചെയ്തു, 115th അമെൻമെന്റ് ബിൽ ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് സബ്സിക്വന്റ്ലി ലാപ്സ് ചെയ്തു. 2011 ഒരു ബില്ല് നമ്മളുടെ പാർലമെന്റിൽ അവതരിപ്പിച്ചു. ഓക്കെ, പക്ഷെ എന്ത് ചെയ്തു, അത് ലാപ്സ് ആയി പോയി. ലാപ്സ് ആയി പോകാനുള്ള കാരണം അതിന് സപ്പോർട്ട് കിട്ടിയില്ല. ഓക്കെ,
115ാമത്തെ അമെൻമെന്റ്, അതായത് ഭേദഗതിയാണ്. നമ്മളുടെ ഭരണഘടനയിൽ എന്ത് ചെയ്യണം, നിലവിലുള്ള ഭരണഘടനയിൽ ഭേദഗതി വരുത്താണ്. പക്ഷെ അത് ലാപ്സായി പോയി. ദെൻ 2016 122ാമത്തെ അമെൻമെന്റ് ബില്ല് എന്ത് ചെയ്തു, ലോക്സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. 2016 നോക്കണം. 2016 122ാമത്തെ ഭേദഗതി അമെൻമെന്റ് ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തു ലോക്സഭയിൽ. 2016 ഫസ്റ്റ് GST കൗൺസിൽ മീറ്റിംഗ് കൂടി. അപ്പോൾ ലോക്സഭയിൽ ആ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തു, അത് എന്ത് ചെയ്തു, അംഗീകാരം കിട്ടി ലോക്സഭയിൽ നിന്ന്. ദെൻ എന്നിട്ട് GST കൗൺസിൽ മീറ്റിംഗ്, ആദ്യത്തെ GST കൗൺസിൽ മീറ്റിംഗ് 2016 കൂടി. ഈ GST കൗൺസിലുള്ള ആൾക്കാരെന്നൊക്കെ പറഞ്ഞാൽ പ്രധാനമായിട്ടും ഓരോ സ്റ്റേറ്റുകളുടെയും ഓരോ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാരും അവിടുത്തെ ഫൈനാൻസ് മിനിസ്റ്റേഴ്സ് ഒക്കെ വരും. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ RBI ഗവർണർ, അതുപോലെ നമ്മളുടെ ഈ പ്രൈം മിനിസ്റ്റർ വരും, അതുപോലെ ഫൈനാൻസ് മിനിസ്റ്റർ, കേന്ദ്ര ധനമന്ത്രി, ഇവരൊക്കെ കൂടി ചേർന്നാണ് ആക്ച്വലി പറയുന്ന കൗൺസിൽ എന്ന് പറയുന്നത്. അവർ ആദ്യമായിട്ടൊരു കൗൺസിൽ മീറ്റിംഗ്, ആദ്യത്തെ മീറ്റിംഗ് കൂടുന്നത് 2016 ഓക്കെ. 2017 മാർച്ചിൽ GST കൗൺസിൽ റെക്കമെൻഡ് ചെയ്യാണ്. ആ കൗൺസിൽ കൂടിയിട്ട് 4 രീതിയിലുള്ള ടാക്സ്, CGST ദാറ്റ് മീൻസ് സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, SGST ദാറ്റ് മീൻസ് സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, IGST ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, UTGST യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇങ്ങനെ 4 ടാക്സുകളാണ് GSTയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ GST കൗൺസിൽ 2016 കൗൺസിൽ റെക്കമെൻഡ് ചെയ്യുന്നത്. മാർച്ച് 2017 ഈ പറയുന്ന ടാക്സുകളെ റെക്കമെൻഡ് ചെയ്യുന്നത്. ഈ രീതിയിലായിരിക്കണം ടാക്സ് കളക്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ. 2017 ഏപ്രിൽ എന്ത് ചെയ്തു, CGST, അതുപോലെ SGST, IGST, UTGST ആക്ടുകൾ, ഇതൊക്കെ കുറെ ആക്ടുകളാണ്. ഈ ആക്ടുകളൊക്കെ എന്ത് ചെയ്തു, നമ്മളുടെ പാർലമെന്റിൽ ആക്ടായിട്ട് പാസ്സായി. ദാറ്റ് മീൻസ് വോട്ടെടുപ്പ് നടത്തി. വോട്ടെടുപ്പിൽ എന്ത് ചെയ്തു, ഭൂരിപക്ഷം ആൾക്കാരും അതിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. അതോടുകൂടി അതൊരു ബില്ലായിട്ട് ആക്ടായിട്ട് പാസ്സായി. ദെൻ ഈ പറഞ്ഞ ബില്ലായിട്ട് പാസ്സായി കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യും, അത് പ്രസിഡന്റിന്റെ സൈൻ കൂടി കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതൊരു പിന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളതാണ്. 2017 ജൂലൈയിൽ എന്ത് ചെയ്തു, ഇന്ത്യ ഒട്ടാകെ എന്ത് ചെയ്തു, GST ലോഞ്ച് ചെയ്തു. ഓക്കെ. ഇങ്ങനെയാണ് GST ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ GST എന്ന് പറയുന്ന ഒരു പുതിയ ഒരു ടാക്സ് സിസ്റ്റം, അതിൻ്റെ ഒരു ഇവല്യൂഷൻ സ്റ്റേജ് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്. ജസ്റ്റ് നോട്ട് ചെയ്തുകൊണ്ട് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെയാണ് ഇന്ത്യയിൽ GST കൊണ്ടുവന്നതിൻ്റെ മൈൽ സ്റ്റോൺ, അല്ലെങ്കിൽ ഇവല്യൂഷൻ ഒക്കെ ജസ്റ്റ് ചോദിച്ചാൽ ഒന്ന് എഴുതിക്കൊണ്ടു. ഓക്കെ. ഇനി നോക്കാം നമുക്ക് എന്താണ് ഈ GSTയുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നോക്കാം. സൈലന്റ് ഫീച്ചേഴ്സ് ഓഫ് GST ആണ്. ഒന്നാമത് പറയുന്നത് GST അപ്ലിക്കബിൾ ഓൺ ദി സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ആണ്. സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് സംഭവിക്കുമ്പോഴാണ് നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് കൊടുക്കേണ്ടത്. മനസ്സിലായോ? അതായത് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് സപ്ലൈ ചെയ്യുന്ന സമയത്താണ്, നമ്മൾ വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുന്ന സമയത്താണ് നമ്മളത് ചെയ്യേണ്ടത്, GST കൊടുക്കേണ്ടത്. ഓക്കെ. ദെൻ GST ഈസ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് കൺസംപ്ഷൻ ആണ്. അതായത് നമ്മൾ എൻഡ് കസ്റ്റമറുടെ കയ്യിൽ നിന്നാണ് ഇത് ചെയ്യുക, ഡെസ്റ്റിനേഷൻ ആരുടെ എത്തുന്ന സമയത്താണ് ഇത് ചെയ്യപ്പെടുക, അയാളുടെ കയ്യിൽ നിന്നാണ് ടാക്സ് കളക്ട് ചെയ്യുക. ഓക്കെ. അതാണ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് കൺസംപ്ഷൻ ടാക്സ് എന്ന് പറയും. കൺസ്യൂം ചെയ്യുന്ന ആളുടെ കയ്യിൽ നിന്നാണ് ടാക്സ് കളക്ട് ചെയ്യുക. ദെൻ നെക്സ്റ്റ്, GST ടു ബി പെയ്ഡ് ടു അക്കൗണ്ട്സ് ഓഫ് സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ് സെപ്പറേറ്റ്ലി. നമ്മളിവിടെ പറഞ്ഞു CGST ആൻഡ് SGST. നിങ്ങളിപ്പോൾ പല പ്രൊഡക്റ്റുകളും വാങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ബില്ല് നോക്കിയാൽ മതി, അതിൽ പല റേറ്റ് ഓഫ് ടാക്സുകൾ ഉണ്ടാവും അല്ലേ. 6%, 5%, അതുപോലെ തന്നെ 9%, അതുപോലെ 18%, 28% ഒക്കെ ടാക്സ് ഉണ്ടാവും. അതിനൊക്കെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. 5%-ന് 2.5, 2.5 എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൽ 2.5 സെൻട്രൽ ഗവൺമെന്റിനും ബാക്കി 2.5 സ്റ്റേറ്റ് ഗവൺമെന്റിനും. ദാറ്റ് മീൻസ് സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സും സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആയിട്ടായിരിക്കും ടാക്സ് ഡിവൈഡ് ചെയ്ത് പോവാം. ഓക്കെ. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്, GST ടു ബി പെയ്ഡ് ടു അക്കൗണ്ട്സ് ഓഫ് സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ് സെപ്പറേറ്റ്ലി. സെൻട്രൽ ഗവൺമെന്റിന്റെ ടാക്സ് വേറെ, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ടാക്സ് സെപ്പറേറ്റ്, രണ്ടായിട്ടാണ് ഇത് ചെയ്യുക, അത് കളക്ട് ചെയ്യണത്, പേ ചെയ്യണത്. അതുപോലെ GST ഈസ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് റവന്യൂ ഫോർ ഗവൺമെന്റ് ആണ് അല്ലേ. നമ്മുടെ ഡയറക്ട് ടാക്സ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ GST ദാറ്റ് മീൻസ് ഇൻഡയറക്ട് ടാക്സ് ആയിട്ടുള്ള GST ഒരു പ്രധാനപ്പെട്ട റവന്യൂ ആണ്, ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട ഒരു റവന്യൂ സോഴ്സ് ആണ് ആക്ച്വലി ഈ GST എന്ന് പറയുന്നത്. അതുപോലെ GST അപ്ലൈ ഓൾ ഗുഡ്സ് ആൻഡ് സർവീസ് എക്സെപ്റ്റ് ഹ്യൂമൻ കൺസംഷൻ ആൽക്കഹോൾ ആണ്.
അതായത് GST നമ്മൾ എല്ലാ ഗുഡ്സുകൾക്കും സർവീസുകൾക്കും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന ഹ്യൂമൻ കൺസംപ്ഷൻ ആൽക്കഹോൾ, നമ്മൾ ഈ ലിക്വർ വേണ്ടിയിട്ടുള്ള അത്തരം കാര്യങ്ങൾക്കുള്ള ആൽക്കഹോളിന് ഒഴികെയുള്ള എല്ലാ ഗുഡ്സുകളും എല്ലാ സർവീസുകളുടെയും എല്ലാത്തിനും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ പറയുന്ന GST അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതുവരെ നമ്മൾ അപ്ലൈ ചെയ്യാത്ത അല്ലെങ്കിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാത്ത ഒരൊറ്റ പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ, ആൽക്കഹോൾ ഫോർ ഹ്യൂമൻ കൺസംപ്ഷൻ മാത്രം നമ്മൾ GSTയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഓക്കെ, ദെൻ അതുപോലെ ടുബാക്കോ ആൻഡ് ടുബാക്കോ പ്രൊഡക്ട്സ് വുഡ് ബി സബ്ജക്റ്റ് ടു GST ആണ്. അതായത് GSTന്റെ പരിധിയിൽ വരുന്നതാണ് ടുബാക്കോ ആൻഡ് ടുബാക്കോ പ്രൊഡക്ട്സ്. പക്ഷേ നിലവിൽ അതിന് GST എന്ത് ചെയ്യുന്നില്ല, ആഡ് ചെയ്യുന്നില്ല. പിന്നീട് എന്ത് ചെയ്യും, അത് വേണമെങ്കിൽ പരിഗണിക്കും. പക്ഷേ ഈ പറയുന്ന ആൽക്കഹോൾ ഇതുവരെ ഈ പറഞ്ഞ സബ്ജക്റ്റ് ടു GST പോലും അല്ല. ഓക്കെ, അതുകൊണ്ടാണ് ആൽക്കഹോളൊക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ബോട്ടിൽ എന്താ പറയുക ലിക്കർ വാങ്ങുകയാണെങ്കിൽ അതിന് ഹ്യൂജ് എമൗണ്ട് ടാക്സ് ആണ് അല്ലെ, 300%, 500% ഒക്കെ ടാക്സ് ഉള്ള പല എന്തുണ്ട് ഈ പറയുന്ന ലിക്കറുകളുണ്ട് അല്ലെ. നമ്മളിപ്പോൾ പുറത്തുനിന്നൊക്കെ ബിവറേജിൽ നിന്നൊക്കെ എന്തെങ്കിലും പോയിട്ട് സാധനം വാങ്ങുകയാണെങ്കിൽ അത്രയും എമൗണ്ട് എന്ത് ചെയ്യണം. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 1000 രൂപയുടെ ഒരു മദ്യക്കുപ്പി വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ ഏകദേശം ഒരു 300 റുപ്പീസ് ആയിരിക്കും അതിൻ്റെ യഥാർത്ഥ പ്രൈസ് ഉണ്ടാവുക. ബാക്കി 600 റുപ്പീസും അതിൻ്റെ എന്തായിരിക്കും, ടാക്സ് ആയിട്ടാണ് വരിക. അപ്പോൾ അത്രയും എമൗണ്ട് എന്താണ്, ടാക്സ് ആണ് അവിടെ വരുന്നത്. അതൊരിക്കലും എന്ത് ചെയ്യില്ല, അത് ഈ GSTന്റെ അണ്ടറിലോട്ട് കൊണ്ടുവന്നാൽ GSTയിൽ ലെവി ചെയ്യുന്ന ഹയസ്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ 28% ആണ്. അതിൻ്റെ മുകളിലോട്ട് ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ പറയുന്ന ആൽക്കഹോൾ ഫോർ ഹ്യൂമൻ കൺസംപ്ഷൻ ഇതുവരെ നമ്മളുടെ GSTയുടെ പരിധിയിൽ കൊണ്ടുവന്നിട്ടില്ല. ദെൻ നെക്സ്റ്റ് അതുപോലെ ടുബാക്കോ ആൻഡ് ടുബാക്കോ പ്രൊഡക്റ്റ് സബ്ജക്റ്റ് ടു GST ആണ്. പക്ഷേ നിലവിൽ GST എന്ത് ചെയ്യുന്നില്ല, ടാക്സിൽ ചുമത്തുന്നില്ല. അതിന് ഹയർ റേറ്റ് ഓഫ് ടാക്സ് ആണ് ഇപ്പോൾ നിലവിൽ ചുമത്തിക്കൊണ്ടിരിക്കുന്നത്. ഭാവിയിൽ എന്ത് ചെയ്യപ്പെട്ടേക്കാം, അത് ഈ പറയുന്ന GSTയുടെ പരിധിയിൽ മേ ബി വന്നേക്കാം. ദെൻ GST വുഡ് ബി സബ്ജക്റ്റ് ടു പാൻ ബേസ്ഡ് രജിസ്ട്രേഷൻ ആണ് അല്ലേ. GST നമ്മുടെ പാൻ ബേസ്ഡ് പെർമനന്റ് അക്കൗണ്ട് നമ്പറിന്റെ ബേസിസിലാണ് എന്ത് ചെയ്യുക, നമ്മൾ ഈ ടാക്സും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത്. ഓക്കെ, ഇതൊക്കെയാണ് അപ്പോൾ പ്രധാനപ്പെട്ട സൈലന്റ് ഫീച്ചേഴ്സ് ഓഫ് GST എന്ന് പറയുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്തോളൂ കേട്ടോ. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് GST ആണ്. എന്തിനാണ് നമ്മൾ GST എന്ന് പറയുന്ന ഈ ഒരു ടാക്സ് സിസ്റ്റം ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്തതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ആണ് പറയുന്നത്. ഓക്കെ, ഓഡിബിൾ ആണല്ലോ അല്ലേ, ക്ലിയർ അല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ. സോ നോക്കാം, വൺ കൺട്രി വൺ ടാക്സ് സിസ്റ്റം ആണ്. ഒരു രാജ്യത്ത് ഒരൊറ്റ ടാക്സ് എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. അപ്പോൾ നമ്മളൊക്കെ നോക്കുകയാണെങ്കിൽ പല സംസ്ഥാനങ്ങളിലും ഈ GST ഒക്കെ വരുന്നതിന് മുമ്പ് പല സംസ്ഥാനങ്ങളിലും പല രീതിയിലുള്ള ടാക്സുകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ ഒരേ പ്രൊഡക്റ്റിന് പല സംസ്ഥാനങ്ങളിലും പല പ്രൈസ് ആയിരുന്നു. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എന്താണ്, പല സംസ്ഥാനങ്ങളിലും പല രീതിയിലുള്ള ടാക്സ് ആണ് ചുമത്തുന്നത്. ഇപ്പോൾ ഒരേ രാജ്യത്തിന് ഒരേ പ്രൊഡക്റ്റിന് പല പ്രൈസുകൾ എന്ന് പറയുന്ന ഒരു അവസ്ഥ ആലോചിച്ച് വയ്ക്കാൻ മതി അല്ലേ. അപ്പോൾ അത്തരം ഒരു സംഭവങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഒരു രാജ്യത്ത് ഒരു ടാക്സ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൊണ്ടുവരിക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്സ്. സോ ദാറ്റ് ഈസ് വൺ കൺട്രി വൺ ടാക്സ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്സ്. രണ്ടാമത് റെഡ്യൂസ് ടാക്സ് ഇവാഷൻ ആണ്. ഇപ്പോൾ നമ്മൾ GST വന്നപ്പോൾ പണ്ടുണ്ടായിരുന്ന പല ഹയർ റേറ്റുകൾ എന്ത് ചെയ്തു, കുറച്ചിട്ട് ചെറിയ റേറ്റുകളിലോട്ട് വന്നു. ഇപ്പോൾ ചില പ്രൊഡക്റ്റുകൾക്ക് 5% ആണ്. ദെൻ അതിന് മുകളിൽ വരുന്നത് ഈ പറഞ്ഞ 9% ആണ്. അതിൻ്റെ മുകളിൽ 9 അല്ല 12% ആണോ 9% ആണോ നോക്കണം കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ വരുന്നത് 18% ആണ്. ദെൻ അത് കഴിഞ്ഞാൽ പിന്നെ 28% ആണ്. ഇങ്ങനെയാണ് ടാക്സ് സിസ്റ്റം വരുന്നത്. ഓക്കെ, അതിന് മുമ്പ് ഹയർ ടാക്സ് ഉണ്ടായിരുന്നു. അത്തരം ഹയർ ടാക്സ് ഉണ്ടാകുന്ന സമയത്ത് പല ആൾക്കാരും എന്ത് ചെയ്യും, ടാക്സ് ഇവാഷൻ ചെയ്യും. ടാക്സ് കൊടുക്കാതെ ഈ ടാക്സ് വെട്ടിച്ച് നടക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ചെറിയ ടാക്സ് ചുമത്തി കഴിഞ്ഞാൽ ആൾക്കാരെന്ത് ചെയ്യും, ആ ചെറിയ ടാക്സ് അടക്കാൻ അവർ സന്നദ്ധരാകും. അതിലൂടെ നമുക്ക് ടാക്സ് ഇവാഷൻ, ടാക്സ് വെട്ടിക്കൽ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അതും ഈ പറയുന്ന GSTയുടെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവാണ്. GST ഇൻട്രൊഡ്യൂസ് ചെയ്തതിൻ്റെ പ്രധാനപ്പെട്ട ഒരു എന്നൊരു ഒബ്ജക്റ്റീവാണ് ആക്ച്വലി പറയുന്ന റെഡ്യൂസ് ടാക്സ് ഇവാഷൻ കുറച്ച് കൊണ്ടുവരിക. അതുപോലെ കറപ്ഷൻസ് കുറക്കുക അല്ലേ. നമുക്ക് ഈ GST എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റത്തിലൂടെ അതിൻ്റെ ഒരുപാട് സിംപ്ലിഫിക്കേഷൻസും ഒരുപാട് എന്താ പറയുക കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട്
കറപ്ഷൻസ് ഒക്കെ ഒഴിവാക്കിയിട്ട് നേരിട്ട് ടാക്സ് എന്ത് ചെയ്യും ഗവൺമെന്റിലോട്ട് എത്തിക്കാനുള്ള ഒരു ചാൻസും കൂടി ഈ GST പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് റെഡ്യൂസ് എക്കണോമിക് ഡിസ്റ്റോർഷൻ ആണ് അല്ലേ. സാമ്പത്തികപരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡിസ്റ്റോർഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കിക്കൂടുക അല്ലേ. ഡിസ്റ്റോർഷൻ ദാറ്റ് മീൻസ് നമുക്ക് ഈ പറഞ്ഞ പണം കറക്റ്റായിട്ട് എന്ത് ചെയ്യാം, എത്തേണ്ട രീതിയിൽ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി അല്ലേ. ഇപ്പോൾ ഇങ്ങനെയുള്ള ഈ ടാക്സ് സിസ്റ്റമൊക്കെ കുറച്ച് കൊണ്ടുവന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യും, പല ആൾക്കാരും പ്രൊഡക്ഷൻസും കാര്യങ്ങളൊക്കെ കൂട്ടാനൊക്കെ ചാൻസ് ഉണ്ടായിട്ടുണ്ട്. അതിലൂടെ പ്രൊഡക്ഷൻ കൂടിയാലാണ് രാജ്യത്ത് GDP കൂടുള്ളൂ. അതുപോലെ ഓക്കെ, റെഡ്യൂസ് എക്കണോമിക് ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ പല സാമ്പത്തികപരമായിട്ട് പല തട്ടിപ്പുകളും വെട്ടിപ്പുകളൊക്കെ ഈ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ മാക്സിമം കുറച്ച് കൊണ്ടുവരാനൊക്കെ ഈ പറയുന്ന ഈ ഒരു രീതിയിലൂടെ സാധിച്ചിട്ടുണ്ട്. ഈ പറയുന്ന പുതിയ ടാക്സ് സിസ്റ്റം കൊണ്ടുവന്നതിലൂടെ സാധിച്ചിട്ടുണ്ട്. അതുപോലെ നെക്സ്റ്റ് ആണ് റെഡ്യൂസ് ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി. അപ്പോൾ നേരത്തെ പറഞ്ഞു പണ്ടത്തെ ടാക്സ് സിസ്റ്റത്തിൽ ഹയർ ടാക്സ് ആണ് ഉണ്ടായിരുന്നത് അല്ലെ. സ്വാഭാവികമായിട്ടും ഹയർ ടാക്സ് ഉണ്ടാകുമ്പോൾ ആളുകൾക്ക് ഈ പറയുന്ന പുതിയ പുതിയ ബിസിനസ്സുകൾ തുടങ്ങാനും അതിലൂടെ അവർക്ക് ഈ പറഞ്ഞ പോലെ പുതിയ ബിസിനസ് തുടങ്ങുമ്പോൾ പണ്ടത്തെ ടാക്സ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് ഹയർ ടാക്സ് കൊടുക്കേണ്ടി വരും. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ പ്രൊഡക്റ്റുകൾ വിൽക്കുമ്പോൾ ഹയർ ടാക്സ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക, സ്വാഭാവികമായിട്ടും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഇൻക്രീസ് ആവും അല്ലേ. പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഇൻക്രീസ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും, ആൾക്കാർ അവരുടെ പ്രൊഡക്റ്റുകൾ വാങ്ങാതിരിക്കാനുള്ള ചാൻസ് കൂടും. ഓക്കെ, സോ ദെൻ സ്വാഭാവികമായിട്ടും ആൾക്കാരെ ഈ പറയുന്ന പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ അത് അവരെ പിന്നോട്ട് വലിക്കാൻ ഒരു കാരണമായിട്ട് മാറും. പക്ഷേ ഈ GST എന്നതോടുകൂടി ടാക്സിന്റെ റേറ്റ് കുറഞ്ഞു അല്ലേ. ഈ പറഞ്ഞ ചെറിയ ടാക്സ് റേറ്റുകളാക്കിയിട്ട് മാറ്റി സ്വാഭാവികമായിട്ടും അത്തരം ടാക്സ് കുറക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, കൂടുതൽ പ്രൊഡക്ഷൻ ചെയ്യാൻ ആൾക്കാർ മാർക്കറ്റിലോട്ട് ഇറങ്ങും. അത് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഇൻക്രീസ് ടാക്സ് GDP റേഷ്യോ ആണ്. ഈ പ്രൊഡക്ടിവിറ്റി ആണ് GDPയെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. ഗുഡ്സ് അല്ലേ, GDP എന്ന് പറഞ്ഞാൽ എന്താ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ആണ്. ഗ്രോസ് ഡൊമസ്റ്റിക് നമ്മുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കും. ഇപ്പോൾ ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും GDP റേഷ്യോ എന്ത് ചെയ്യും, ഇൻക്രീസ് ആവും. GDP റേഷ്യോ കൂടുമ്പോഴാണ് ഒരു രാജ്യം വളരുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ ഗ്രോത്ത് ഉണ്ടെന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റുക. അതുപോലെ ഇൻക്രീസ് ടാക്സ് റെഗുലേഷൻസ് കംപ്ലയൻസ് ആണ് അല്ലേ. നമുക്ക് ഈ റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കൂട്ടിക്കൊണ്ടുവരാൻ സാധിച്ചു. GST എന്ന് പറയുന്ന പണ്ടത്തെ ടാക്സ് സിസ്റ്റത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് റെഗുലേഷൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് മാറ്റിയിട്ട് കൃത്യമായിട്ടൊരു റെഗുലേഷൻസും നിയമങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് പുതിയ ടാക്സ് സിസ്റ്റത്തിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. യൂണിഫോം രജിസ്ട്രേഷൻ ആൻഡ് പേയ്മെന്റ്, എല്ലാവർക്കും ഒരൊറ്റ പോർട്ടലിൽ എന്ത് ചെയ്യാൻ പറ്റും, രജിസ്ട്രേഷനും ടാക്സ് ഇല്ല ഈ പറയുന്ന GST എന്ന് പറയുന്ന ടാക്സ് എടുക്കാൻ വേണ്ടിയിട്ട് പണ്ട് വാറ്റിന് വാല്യൂ ആഡഡ് ടാക്സിന് വേറെ വെബ്സൈറ്റ് ആയിരുന്നു രജിസ്ട്രേഷൻ എടുക്കണം, സർവീസ് ടാക്സിന് വേറെ എടുക്കണം, ഒക്ട്രോയ് എന്ന് പറയുന്ന ടാക്സിന് വേറെ രജിസ്ട്രേഷൻ ആണ് ചെയ്യേണ്ടത്. പല പല രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സർവീസ് ടാക്സ് ലോ ഉണ്ട്, വാറ്റ് ലോ ഉണ്ട്, എൻട്രി ടാക്സ്, ഒക്ട്രോയ്, അതുപോലെ സെൻട്രൽ എക്സൈസ് ലോ, വെൽത്ത് ടാക്സ്, ഇതിനൊക്കെ സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ചെയ്തിട്ട് സെപ്പറേറ്റ് ടാക്സ് കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതൊക്കെ ഒഴിവായിട്ട് നമ്മൾ ഒരൊറ്റ രജിസ്ട്രേഷൻ എടുത്താൽ മതി, അത് GST രജിസ്ട്രേഷൻ ചെയ്താൽ മതി. അതിലൂടെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ ടാക്സും അടക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് കൂടി നമുക്ക് അവിടെ ഇംപ്ലിമെന്റ് ചെയ്തു. സോ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും GST നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെ അല്ലെങ്കിൽ കൊണ്ടുവന്നതിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നീഡ് ഫോർ GST ഇൻ ഇന്ത്യ. എന്താണ് ഇന്ത്യയിൽ GSTയുടെ ആവശ്യകത, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിന്റെ പ്രധാനപ്പെട്ട ആവശ്യകത എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് GST റാഷണലൈസ് ദി മൾട്ടിപ്ലിസിറ്റി ഓഫ് ടാക്സസ് ആണ്. ഒരുപാട് ടാക്സുകൾ ഉണ്ടായിരുന്നു അല്ലേ. ഇപ്പൊ മൾട്ടിപ്പിൾ ടാക്സുകൾ ഉണ്ടായിരുന്നു, അതിനൊക്കെ പാടെ നമ്മൾ ഏകീകരിക്കുക എന്നുള്ളതാണ്. അതിനൊക്കെ പാടെ റാഷണലൈസ് ചെയ്തിട്ട് ഒറ്റ ടാക്സ് ആക്കി മാറ്റുക. ഓക്കെ, രണ്ടാമത്തെ നീഡ് ഇൻട്രൊഡക്ഷൻ ഓഫ് GST വിൽ കവർ അൺടാക്സ്ഡ് ഏരിയാസ് ഓഫ് സർവീസ് ആണ്.
നമ്മളുടെ സർവീസ് സെക്ടറിൽ ഒരുപാട് ഏരിയകളിൽ ടാക്സ് ഇല്ലാത്ത ഏരിയകൾ ഉണ്ടായിരുന്നു. അത്തരം ടാക്സ് ഇല്ലാത്ത ഏരിയകളെ കൂടി നമ്മളുടെ ടാക്സിന്റെ മേഖലയിലോട്ട് കൊണ്ടുവന്നു, അല്ലെങ്കിൽ ടാക്സ് ചുമത്താൻ പറ്റുന്ന ഒരു മേഖലയിലോട്ട് കൊണ്ടുവന്നു. ഓക്കെ, അതും ഒരു നീഡാണ്. Then GST will avoid distortion by present complex tax structure ആണ്. നമുക്ക് നിലവിലുണ്ടായിരുന്ന കോംപ്ലക്സ് ആയിട്ടുള്ള ഒരുപാട് ടാക്സ് സ്ട്രക്ചർ ആയിരുന്നു. ദാറ്റ് മീൻസ് ഒരുപാട് ടാക്സുകളുള്ള പല പല രീതിയിൽ രജിസ്ട്രേഷൻ ചെയ്യേണ്ട അങ്ങനെ ഒരു കോംപ്ലക്സ് ടാക്സ് സ്ട്രക്ചർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. അതിനൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു പുതിയ സിസ്റ്റം കൊണ്ടുവരിക. അതുപോലെ GST will avoid paying tax on tax. പേയിങ് ടാക്സ് ഓൺ ടാക്സ് ആണ്. പേയിങ് ടാക്സ് ഓൺ ടാക്സ് എന്ന് പറഞ്ഞാൽ കാസ്കാഡിങ് എഫക്റ്റ് ആണ്. ടാക്സിന്റെ മുകളിൽ വീണ്ടും ടാക്സ് കൊടുക്കുന്നൊരു അവസ്ഥ പണ്ട് ഇന്ത്യയിലുണ്ടായിരുന്നു. ഇപ്പം ഇതിനു മുമ്പത്തെ ടാക്സ് സിസ്റ്റത്തിൽ അങ്ങനെയായിരുന്നു, ടാക്സിന്റെ മുകളിൽ വീണ്ടും ടാക്സ് കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാനുഫാക്ചറർ 100 രൂപക്ക് എന്ത് ചെയ്യും, മെറ്റീരിയൽ വാങ്ങും. മെറ്റീരിയൽ വാങ്ങിയിട്ട് അതിന് ഒരു 10 രൂപ ടാക്സും കൊടുത്തിട്ടാണ് റോ മെറ്റീരിയൽ വാങ്ങുക. ഓക്കെ, അപ്പോൾ 110 രൂപയുടെ യഥാർത്ഥ പ്രൈസ് അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യും, അയാൾ പ്രൊഡക്ഷൻ നടത്തും. പ്രൊഡക്ഷൻ നടത്തിയിട്ട് അതിൻ്റെ പ്രൈസ് അയാൾ എന്ത് ചെയ്യും, 200 രൂപയ്ക്ക് അയാൾ വിൽക്കും. ഓക്കെ, ദാറ്റ് മീൻസ് 90 രൂപ അയാൾ അതിൻ്റെ പ്രൊഡക്ഷൻ ചാർജും മറ്റുള്ള കോസ്റ്റൊക്കെ പാടെ ആഡ് ചെയ്തിട്ട് അയാൾ ആ പ്രൊഡക്റ്റ് 200 രൂപയ്ക്ക് ഇത് ഹോൾസെയിലർക്ക് വിൽക്കും. ഓക്കെ, ഹോൾസെയിലർ എന്ത് ചെയ്യും, അത് വാങ്ങുന്ന സമയത്ത് ടാക്സ് 10% വീണ്ടും കൊടുക്കും. അപ്പോൾ 200 രൂപയുടെ 10% എത്ര കൊടുക്കും, 20 രൂപ വീണ്ടും ടാക്സ് കൊടുക്കും. അപ്പോൾ അയാൾ വാങ്ങുമ്പോൾ 220 രൂപ ഈ പറയുന്ന മാനുഫാക്ചർക്ക് കൊടുക്കേണ്ടി വരും, ഹോൾസെയിലർ. അവിടെ നോക്കണം, ഈ 10% ടാക്സ് കൂട്ടിയത് എന്തിൻ്റെ മുകളിലാണ്, ഈ റോ മെറ്റീരിയൽ വാങ്ങിയ സമയത്ത് അയാൾ 100 രൂപക്കാണ് വാങ്ങിയത്. ഈ പറയുന്ന പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഈ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ മാനുഫാക്ചർ 100 രൂപക്ക് വാങ്ങിയതിൽ 10 രൂപ എന്തുണ്ട്, ടാക്സ് ഉണ്ട്. ആ ടാക്സിന്റെ മുകളിലാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, അതും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന എമൗണ്ടിന്റെ മുകളിലാണ് ഈ ഹോൾസെയിലർ 10% ടാക്സ് കൊടുക്കേണ്ടത്. അപ്പോൾ ടാക്സിന്റെ മുകളിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അതിനെയാണ് കാസ്കാഡിങ് എഫക്ട് എന്ന് പറയും. നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. ഓക്കെ, അത് ഒഴിവാക്കുക എന്നുള്ളതും ഒരു നീഡായിരുന്നു. GST കൊണ്ടുവരുന്നതിന്റെ അനദർ നീഡാണത്, ടാക്സിന്റെ മുകളിൽ ടാക്സ് കൊടുക്കുന്ന ആ ഒരു സംഭവം നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ GST വിൽ ലീഡ് ടു ക്രെഡിറ്റ് അവൈലബിലിറ്റി ഓൺ ഇന്റർ സ്റ്റേറ്റ് പർച്ചേസ് ആണ്. ഓക്കെ, നമുക്ക് GST ലീഡ് ടു ക്രെഡിറ്റ്, നമുക്ക് ഈ ഇന്റർ സ്റ്റേറ്റ് പർച്ചേസ്, രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ വാങ്ങൽ വിൽക്കൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്രെഡിറ്റ് കിട്ടുക. ഈ പറയുന്ന GST ക്രെഡിറ്റ് എന്ന് പറയും കേട്ടോ. നമ്മൾ മുൻകൂട്ടി ഇപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടാക്സ് കൊടുക്കണം. ഓക്കെ, ദെൻ ഇപ്പോൾ ഞാനൊരു മാനുഫാക്ചർ ആണെങ്കിൽ ഞാൻ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ടാക്സ് ഗവൺമെൻറ്റിലോട്ട് അടക്കണം. ആ അടച്ച ടാക്സ് ഞാൻ പിന്നെ വിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, എനിക്കത് തിരിച്ചിങ്ങോട്ട് തന്നെ കിട്ടും. അതാണ് ക്രെഡിറ്റ് എന്ന് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്റർ സ്റ്റേറ്റ് ഇപ്പം രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ വാങ്ങൽ വിൽക്കൽ ചെയ്യുന്ന സമയത്ത് ആ ഇന്റർ സ്റ്റേറ്റ് ചെയ്യുന്ന അത് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ ടാക്സ് കൊടുക്കണം. ആ ടാക്സിന്റെ ക്രെഡിറ്റ് അവൈലബിൾ ആക്കുക. പണ്ടത്തെ സിസ്റ്റത്തിൽ അങ്ങനെ ക്രെഡിറ്റ് നമുക്ക് കിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ GST കൊണ്ടുവന്നതോടുകൂടി രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലോ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വാങ്ങൽ വിൽക്കൽ ചെയ്യുന്ന സമയത്ത് പോലും അതിന്റെ ക്രെഡിറ്റ് വരെ എന്ത് ചെയ്യും, നമുക്ക് അവൈലബിൾ ആവും. ഇത് ക്രെഡിറ്റ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എടുക്കാനുണ്ട്, ആ സമയത്ത് പറഞ്ഞുതരാം. ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയും കേട്ടോ. ഇനി GST പ്രൊവൈഡ് ഗ്രേറ്റർ സെർട്ടനിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി ഓഫ് ടാക്സ് ആണ്. നമുക്ക് സെർട്ടനിറ്റി ഉണ്ട്, ട്രാൻസ്പെറൻസി ഉണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനും ഉറപ്പുണ്ട്. എത്രയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത്, സെർട്ടനിറ്റി എത്ര എമൗണ്ട് കൊടുക്കേണ്ടി വരും എന്നുള്ളതിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് നമുക്ക് ഉറപ്പ് ഉള്ളൊരു എമൗണ്ട് നമുക്ക് പറയാനൊക്കെ പറ്റും. അതുപോലെ നമുക്ക് എത്രയാണ് ടാക്സ് കൊടുത്തത്, ഇനി എത്ര കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയെടുക്കാനൊക്കെ പറ്റും. GST എൻഷുർ ടാക്സ് കംപ്ലയൻസ് അക്രോസ് ദി കൺട്രി ആണ് അല്ലേ. രാജ്യത്ത് മൊത്തം ഒരു ടാക്സ് സിസ്റ്റം കൊണ്ടുവരിക, അത് ഉറപ്പുവരുത്താം. എല്ലായിടത്തും അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്താം. GST വിൽ അവോയ്ഡ് ഡുവൽ ടാക്സേഷൻ ടു ദ സം എക്സ്റ്റെന്റ് ആണ് അല്ലേ. രണ്ട് ഡബിൾ ടാക്സേഷൻ എന്ന് പറയുന്ന ഈ ഡുവൽ ടാക്സേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഒഴിവാക്കുക. ഒരേ രാജ്യത്ത് പല ടാക്സുകൾ ചുമത്തുന്ന ആ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു, അതും ഒഴിവാക്കുക എന്നുള്ളതും ഈ GST ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് അനദർ നീഡായിട്ടാണ് പറയുന്നത്. ഓക്കെ, ഇനി GSTയുടെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ആണ് ഒന്ന്, ടാക്സ് ഓൺ ടാക്സ് പറയുന്ന ആ ഒരു കാസ്കാഡിങ് എഫക്റ്റ് നമുക്ക് ഒഴിവാക്കാൻ പറ്റി, എലിമിനേറ്റ് ചെയ്യാൻ പറ്റി. ഓക്കെ, ടാക്സിന്റെ മുകളിൽ ടാക്സ് കൊടുക്കുന്ന ഒരു സിസ്റ്റം,
ഓക്കെ, ടാക്സ് ഓൺ ടാക്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഒഴിവാക്കാൻ പറ്റി. രണ്ടാമത്തെ ഡിക്രീസ് ഇൻ പ്രൈസ് ഓഫ് പ്രൊഡക്റ്റ് ആണ് അല്ലേ. അതായത് സ്വാഭാവികമായിട്ടും നമ്മളുടെ ടാക്സ് റേറ്റ് കുറയുമ്പോൾ പ്രൊഡക്റ്റുകളുടെ പ്രൈസ് കുറയും. അതാണ് ഇവിടെ പറഞ്ഞത് ഡിക്രീസ് ഇൻ പ്രൈസ് ഓഫ് പ്രൊഡക്റ്റ് ആണ്. നമ്മൾ പണ്ടുണ്ടായിരുന്ന ടാക്സ് ഹൈ ടാക്സ് ആയിരുന്നു, അതിൻ്റെ പെർസെൻറ്റേജ് കുറച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രൊഡക്റ്റുകളുടെ പ്രൈസ് എന്ത് ചെയ്യും, കുറഞ്ഞു വരും. 1 പോയിന്റ് സിംഗിൾ ടാക്സ് ആണ് അല്ലേ. ഒരു സമയത്ത് ഒരൊറ്റ ടാക്സ് എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റത്തിലോട്ട് കൊണ്ടുവരാൻ സാധിച്ചു. പണ്ട് അങ്ങനെയല്ല, നമുക്ക് വാറ്റും ഒക്ട്രോയും അതുപോലെ സർവീസ് ടാക്സും അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ, എക്സൈസ് ഡ്യൂട്ടി ഒക്കെ പാടെ വരുന്ന ടാക്സ് ആയിരുന്നു. ഒരേ സാധനം വാങ്ങുമ്പോൾ തന്നെ പല പല ടാക്സ് കൊടുക്കേണ്ടി വരുന്നതും അത്തരം സാധനങ്ങളൊക്കെ ഒഴിവായിട്ട് നമ്മൾ ഒരൊറ്റ പോയിന്റിൽ ഒരു ടാക്സ്, സിംഗിൾ ടാക്സ് എന്നുള്ള ഒരു സംഭവത്തിലോട്ട് എത്തിക്കാൻ സാധിച്ചു. അതൊരു അഡ്വാൻറ്റേജ് ആണ്. യൂണിഫോമിറ്റി ഓഫ് ടാക്സ് റേറ്റ് ആണ്. ഇപ്പോൾ രാജ്യത്ത് മൊത്തം ഒരേ കാറ്റഗറിയിൽ വരുന്ന പ്രൊഡക്റ്റുകൾക്ക് ഒരേ റേറ്റ് ഓഫ് ടാക്സ്, അങ്ങനെ യൂണിഫോമിറ്റി കൊണ്ടുവരുന്ന അതൊരു അഡ്വാൻറ്റേജ് ആണ്. എലിമിനേറ്റ് മൾട്ടിപ്ലിസിറ്റി ഓഫ് ടാക്സേഷൻ ആണ്. ഓക്കെ, പല പല ടാക്സുകൾ എന്ന് പറയുന്ന മൾട്ടിപ്പിൾസിറ്റി ഓഫ് ടാക്സ് എന്ന് പറയുന്ന സംഭവം ഒഴിവാക്കാൻ പറ്റി. ഈസി ഐഡന്റിഫിക്കേഷൻ ഓഫ് പ്രൊഡക്റ്റുകളാണ് അല്ലെ. നമുക്ക് ടാക്സിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഓരോ പ്രൊഡക്റ്റുകളെയും കാറ്റഗറൈസേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ നമുക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ GST കൊണ്ടുവന്നതിലൂടെ സാധിച്ചു. ഈസി കംപ്ലയൻസ്, റിഡ്യൂസിങ് ദി ട്രാൻസാക്ഷൻ കോസ്റ്റ്, റിഡ്യൂസ് ദി കറപ്ഷൻസ് ആണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിന്റെ അഡ്വാൻറ്റേജ്. ഒരു 5 മിനിമം പഠിച്ചു നോക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് ബെനിഫിറ്റ് ഓഫ് GST ടു വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. ആർക്കൊക്കെയാണ് GST ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടുള്ള അതിന്റെ ബെനിഫിറ്റ് ആർക്കൊക്കെയാണ് കിട്ടിയെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, ബെനിഫിറ്റ് ഓഫ് GST ടു സിറ്റിസൺസ് ആണ്. സിറ്റിസൺസിന് എന്തൊക്കെയാണ് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ്? ഒന്ന്, ഫസ്റ്റ് വൺ പറയുന്നത് സിംപ്ലർ ടാക്സ് സിസ്റ്റം ആണ് അല്ലെ. നമ്മൾ മറ്റുള്ള ടാക്സ് സിസ്റ്റത്തിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, പണ്ടത്തെ സിസ്റ്റത്തിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ സിമ്പിൾ ടാക്സ് ആണ് ഒരു സിസ്റ്റമാണ് GST. അതുപോലെ ഇൻക്രീസ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെ. GST എന്ന് പറയുന്ന ഒരു പുതിയൊരു ടാക്സ് സിസ്റ്റം വന്നപ്പോൾ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ, അത് നടപ്പിലാക്കാനൊക്കെ ഒരുപാട് ആൾക്കാർക്ക് തൊഴിലവസരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുമാത്രമല്ല, ഒരുപാട് അക്കൗണ്ടന്റ്മാർ കാര്യങ്ങളൊക്കെ അവിടെ പുതിയ പുതിയ അവസരങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ട്രാൻസ്പെറൻസി ഇൻ ടാക്സ് സിസ്റ്റം ആണ് അല്ലേ. എത്രയാണ് ടാക്സ് അടക്കേണ്ടതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അടച്ച ടാക്സിന്റെ കാര്യങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. യൂണിഫോം പ്രൈസസ് ആണ്. ഒരേ പ്രൈസാണ് രാജ്യത്ത് മൊത്തം നമുക്ക് ഇതുകൊണ്ട് സാധ്യമാവുന്നത്. റിഡക്ഷൻ ഇൻ പ്രൈസ് ഓഫ് ഗുഡ്സ് ആണ് അല്ലെ. നമുക്ക് ടാക്സ് റേറ്റ് കുറയുന്നതുകൊണ്ട് ഗുഡ്സുകളുടെ പ്രൈസും കാര്യങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഈ ഒരു GST ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടുള്ള ബെനിഫിറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇനി ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി, അതായത് വ്യാപാരികൾക്കും വ്യവസായികൾക്കും എന്താണ് ഈ പറഞ്ഞ GST കൊണ്ടുള്ള പ്രധാനപ്പെട്ട ബെനിഫിറ്റ് നോക്കാം. മൾട്ടിപ്ലിസിറ്റി ഓഫ് ടാക്സ് ഒഴിവാക്കാൻ പറ്റി അല്ലേ. പല പല ടാക്സുകൾ എന്ന് പറഞ്ഞ സംഭവം ഒഴിവാക്കാൻ പറ്റി. ഡബിൾ ടാക്സേഷൻ ഒഴിവാക്കാൻ പറ്റി. അതുപോലെ ഡെവലപ്മെന്റ് ഓഫ് കോമൺ നാഷണൽ മാർക്കറ്റ്, നമുക്ക് ഒരൊറ്റ നാഷണൽ മാർക്കറ്റ്, ഒരു കോമൺ നാഷണൽ മാർക്കറ്റ് ആയിട്ട്. ഇപ്പോൾ പണ്ടത്തെ ഇന്ത്യ ആണെങ്കിൽ പോലും പണ്ടെന്തല്ല, പല സംസ്ഥാനങ്ങളിലും പല ടാക്സ് ആയതുകൊണ്ട് ഒരു കോമൺ മാർക്കറ്റായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, എല്ലാ സംസ്ഥാനത്തും എല്ലായിടത്തും ഒരേ റേറ്റ് ഓഫ് ടാക്സ് ആണ്. സോ അതുകൊണ്ട് രാജ്യത്തെ നമുക്ക് ഒരൊറ്റ നാഷണൽ മാർക്കറ്റായിട്ട് നമുക്ക് അങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റി. സിമ്പിൾ ടാക്സ് റെജിം അല്ലേ. നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള പണ്ടത്തെ കോംപ്ലക്സ് സിസ്റ്റത്തിൽ നിന്ന് ഒരു സിമ്പിൾ ടാക്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. എഫിഷ്യന്റ് ന്യൂട്രലൈസേഷൻ ഓഫ് ടാക്സ് ആണ് അല്ലേ. ഒരു രണ്ടു പേർക്കും വലിയ പ്രശ്നങ്ങളില്ലാതെ ന്യൂട്രലൈസ് ചെയ്തുകൊണ്ടുള്ള ടാക്സ് സിസ്റ്റമാണ് ആക്ച്വലി ഈ പറയുന്ന GST എന്ന് പറയുന്നത്. ഇനി ഗവൺമെന്റിനോ സിംപ്ലർ ടാക്സ് സിസ്റ്റമാണ്. ഗവൺമെന്റിന് തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരു എന്താ പറയുക കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ടാക്സ് സിസ്റ്റം അല്ല. അതുപോലെ എഫിഷ്യന്റ് യൂസ് ഓഫ് റിസോഴ്സുകളാണ്. അപ്പോൾ കൃത്യമായിട്ട് ടാക്സ് റേറ്റ് കുറച്ചുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിൻ്റെ റിസോഴ്സുകളും കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കൃത്യമായിട്ട് ഗവൺമെന്റിലോട്ട് ഈ പറഞ്ഞ എമൗണ്ട് ഓഫ് ടാക്സുകളൊക്കെ കൃത്യമായിട്ട് ഇതിലൂടെ എത്തുന്നുണ്ട്. ഇംപ്രൂവ്ഡ് റവന്യൂ കളക്ഷൻ അല്ലേ. GST ഇംപ്ലിമെന്റ് ചെയ്തോടെ നമുക്ക് ഗവൺമെന്റിലോട്ട് റവന്യൂ കൂട്ടിയിട്ടുണ്ട് പണ്ടത്തെ ടാക്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ. അതുപോലെ നെക്സ്റ്റ് ബ്രോഡനിങ് ഓഫ് ടാക്സ് ബേസ് ആണ്. പണ്ടുണ്ടായിരുന്ന ഒരു അടിസ്ഥാന സൗകര്യത്തിനൊക്കെ നമുക്ക് ഒന്നും കൂടി ടാക്സ് ബേസ് ഒന്നും കൂടി ഊട്ടി ഉറപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. റെഡ്യൂസ് ടാക്സ് ഇവേഷൻ, പണ്ട് ടാക്സ് വെട്ടിച്ചിരുന്ന പോലെ ഇന്നിപ്പോൾ ടാക്സ് വെട്ടിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ അതിലൂടെ നമുക്ക് ടാക്സിന്റെ കളക്ഷൻസ് ഒന്നും കൂടി ഗവൺമെന്റിന് കൂട്ടാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. തിയറി ആയതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് നിർത്തുകയാണ്.